എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്മിപ്രിയയുടെ കെട്ടിപ്പിടുത്തം. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലക്ഷ്മിപ്രിയയ്ക്കെതിരെ പ്രൊഡ്യൂസർ ആലപ്പി അഷ്റഫ് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്, കണ്ടതും കേട്ടതും. അതിലൂടെയാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ ലക്ഷ്മിപ്രിയയെക്കുറിച്ച് പറയുന്നത്. ലക്ഷ്മിപ്രിയ അൻസിബയെക്കുറിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അതുപോലെ അദ്ദേഹം ഒരു വീഡിയോയും പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. എന്തെല്ലാം ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെ പറഞ്ഞതാണ്. അവൾ പുഴുത്ത് ചാകും എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാഗിയതാണല്ലോ. എന്നിട്ടാണ് വന്ന് കെട്ടിപ്പിടിക്കുന്നത്. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി കുറ്റം പറയാൻ. ഈ പറയുന്ന ലക്ഷ്മിപ്രിയ അൻസിബയ്ക്ക് എതിരെ കേസ് കൊടുത്തതിന് ശേഷം ആലപ്പി അഷ്റഫിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇക്കയോട് ആരാണ് ഈ വിവരം പറഞ്ഞത് എന്ന് ലക്ഷ്മിപ്രിയ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച വിവരമാണെന്നാണ്. അപ്പോൾ ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞ്, അൻസിബയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ പറയണം, നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ലെന്നും ഞാൻ വെറുതെ തമാശയ്ക്ക് അയച്ചതാണെന്നും ഒന്ന് പറയണമെന്ന്. എൻ്റെ കുടുംബജീവിതം ഇതിൻ്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. ഇവിടെ അതിൻ്റെ പേരിൽ വലിയ വഴക്കാണ്. നീ അത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. അവൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞെങ്കിലും അവളത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം അവളെ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നതുമില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതി കൊടുത്തത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു. പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി. അൻസിബ പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ പകർപ്പും മൊഴിപ്പകർപ്പും ഒക്കെ ചോദിച്ചു. നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരൻ മിഥിൽ രാജിനെ വിളിച്ചു വരുത്തി. അവിടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഫോട്ടോയും എടുത്തുകൊണ്ടാണ് പോയത് എന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞത് എന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. അദ്ദേഹം ഈ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലെ കേസ് ചെറിയ കേസൊന്നുമല്ല. അൻസിബ ഒന്നും അറിയാതെ ഒരു മെസ്സേജ് ഇടില്ലല്ലോ. എന്തോ വലിയ കാര്യമുണ്ട്. ഭർത്താവ് ആ മെസ്സേജ് കണ്ട് അവരെ ഉപദ്രവിക്കണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസിബയോട് പറഞ്ഞത്, ഭർത്താവ് ജയേഷിനോട് പറ, ഞാൻ വെറുതെ അയച്ച മെസ്സേജാണ് അത് എന്ന്. പക്ഷേ അൻസിബ അത് പറഞ്ഞില്ല. അതിൻ്റെ ദേഷ്യമാണ് ലക്ഷ്മിപ്രിയ അൻസിബയോട് കാണിച്ചതെന്നാണ് തോന്നുന്നത്. പിന്നെയും കുറേ കാര്യങ്ങൾ കൂടി ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നതിനിടയിൽ, അൻസിബയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അൻസിബ ഒരു തീവ്രവാദിയാണെന്ന് എന്നോട് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയെ പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന കുട്ടിയെക്കുറിച്ച് അവിഹിത കഥയും തീവ്രവാദി എന്ന വിളിയും കൂടി വന്നപ്പോൾ ഇവരോട് തോന്നിയ ആ സഹതാപം എനിക്കില്ലാതെയായി എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. അപ്പോൾ ഈ തീവ്രവാദി വിളി ടിനി ടോം മാത്രമല്ല വിളിച്ചിട്ടുള്ളത്, ലക്ഷ്മിപ്രിയയും വിളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ജിഹാദി എന്നുവരെ വിളിച്ചതല്ലേ. ആലപ്പി അഷ്റഫ് പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞ് എന്തായാലും ലക്ഷ്മിപ്രിയയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. വന്നാൽ അദ്ദേഹം തെളിവെല്ലാം എടുത്ത് പുറത്തിടും. അപ്പോൾ അൻസിബ പറഞ്ഞതെല്ലാം സത്യമായി വരികയാണ്. അൻസിബ പറഞ്ഞിരുന്നല്ലോ, അവരെല്ലാവരും കൂടി ജിഹാദി ആക്കാൻ ശ്രമിച്ചു, അവിടെ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഈ ടിനി ടോമും ലക്ഷ്മിപ്രിയയും ഇത് പലരോടും പറഞ്ഞിട്ടുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. ആദ്യം ആലപ്പി അഷ്റഫിൻ്റെ അടുത്ത് പറയുന്നു, അതിനുശേഷം പത്രസമ്മേളനം നടത്തിയപ്പോൾ അവിടെയും പറയുന്നുണ്ട്. അപ്പോൾ പരോക്ഷമായിട്ടും ഡയറക്റ്റായിട്ടും ഇവർ ഈ പറയുന്ന അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു തീവ്രവാദിയാക്കി ചിത്രീകരിക്കാനും മതപരിവർത്തനം ചെയ്യുന്ന ജിഹാദിയായി ചിത്രീകരിക്കാനും ശ്രമിച്ചതിനുള്ള തെളിവുകൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഒരു യുവനടിയെ തോൽപ്പിക്കാനായി അവളുടെ മുറിയിൽ മിഥിൽ രാജ് വന്നു.
വെളുപ്പിനെ 4 മണിക്ക് ഞാനത് കണ്ടു. പിന്നെ ഞാൻ അവൾക്ക് മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവളത് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ വാചകമടിക്കുന്നത് കണ്ടപ്പോൾ ഭർത്താവ് ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തൻ്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും കൂടി ചെയ്യാമായിരുന്നു. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവൾക്ക് മദ്യം, അപ്പോൾ അവൾ വെള്ളമടിക്കാരിയാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ 4 മണിക്ക് അവളുടെ റൂമിൽ ചെന്നപ്പോൾ മിഥിൽ രാജ് അവളുടെ റൂമിൽ ഇരിക്കുന്നു. ഇവളെന്തിനാ 4 മണിക്ക് ചെന്നത്? വേറെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണോ? അല്ലെങ്കിൽ ഇവൾക്ക് പോലീസിൻ്റെ ചുമതലയുണ്ടോ വല്ലവരുടെയൊക്കെ റൂമിൽ ചെന്ന് റെയ്ഡ് നടത്താൻ? തനിക്ക് അതിനുള്ള എന്ത് യോഗ്യതയുണ്ട് എന്നുകൂടി ഈ പറയുന്ന ലക്ഷ്മിപ്രിയ ചിന്തിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നൊക്കെയാണ് ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നാറ്റിച്ച് തോൽപ്പിക്കാനാണ് ലക്ഷ്മിപ്രിയ ഇറങ്ങിയിരിക്കുന്നത്. ഇതല്ല, ഇതിനപ്പുറവും പറയും എന്നുകൂടി അദ്ദേഹം പറയുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ട് തോന്നിയത് നീനാക്കുറുപ്പിനെ കെട്ടിപ്പിടിച്ചതാണ്. എന്തെല്ലാം അവരെ പറഞ്ഞ സ്ത്രീയാണ് ഈ ലക്ഷ്മിപ്രിയ. എന്നിട്ട് അവരെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ പാവം, അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാകുമെന്ന്. പക്ഷേ പറഞ്ഞത് ഓർക്കുമ്പോൾ ആ സഹതാപം കൂടി ഇല്ലാതാകും. അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നീനാക്കുറുപ്പിനെ. നീ പുഴുത്ത് ചാവ് എന്ന് പറഞ്ഞാൽ പ്രാഗിയത്. അതും ഒരു 1/2 മണിക്കൂറുണ്ടായിരുന്നു പ്രാഗൽ. അവരുടെ ആ വാക്കുകളിൽ അറിയാം ലക്ഷ്മിപ്രിയ എന്തുമാത്രം വിഷമാണെന്ന്. അതിനുശേഷം വന്ന് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നു. ജനറൽ ബോഡിയിൽ ലക്ഷ്മിപ്രിയയ്ക്ക് എതിരെ ഒന്നും പറയാതിരിക്കാനുള്ള ഒരു പ്രഹസനമായിരിക്കാം. എന്നിട്ട് ആ ജനറൽ ബോഡിയിൽ അവർ രാജിവെച്ചല്ലോ. അതിനുശേഷം വന്ന് വീണ്ടും അവരെ, അതായത് നീനാക്കുറുപ്പിനെയും അൻസിബയെയും വീണ്ടും മോശം പറയുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. ലക്ഷ്മിപ്രിയ അവർ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെയും കാല് പിടിക്കും. കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും. എന്തൊരു സ്ത്രീയാണവർ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്തല്ല വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും കൂടി ചെയ്യണേ.